4ലും 5ലും പഠിക്കുന്ന കുട്ടികൾ പോലും മദ്യം ഉപയോഗിക്കുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ അവരുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ മയക്കുമരുന്ന് അതുപോലുള്ള ലഹരി വസ്തുക്കൾ അവർക്ക് സുലഭമായി ലഭ്യമാണ്. ഇത്തരം ചീത്ത പ്രവർത്തികൾ എന്ന മേച്ച പ്രവർത്തികൾ അല്ലെങ്കിൽ വിനാശകരമായ പ്രവർത്തികൾ സമൂഹത്തെ അനുദിനം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. എല്ലാവരും അവരുടേതായ ജീവിതത്തിൽ തിരക്കേറിയ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ദൈവവചനത്തിന്റെ ക്രിസ്തു പഠിപ്പിച്ച വചനത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യമാവുക. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം, എന്ത് ഫലം എന്ന് ചോദിക്കുന്നു. ഒരു ധനാഢ്യൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ അറപ്പുകളെല്ലാം പൊളിച്ചു പണിയും, അവിടെ മുഴുവൻ ഞാൻ ധാന്യങ്ങളും മറ്റു വിഭവങ്ങളും കൊണ്ട് നിറച്ചു വയ്ക്കും. അങ്ങനെ ഞാൻ ഇവിടെ സന്തോഷിച്ചുല്ലസിച്ച് ആർഭാദത്തോടുകൂടി ഞാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ചോദിക്കുന്നു, മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവം വിളിച്ചാൽ നീ എന്ത് ചെയ്യും? അവിടെ അവന്റെ എല്ലാ സ്വപ്നങ്ങളും കോട്ടകളും തകരുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും മ്ലേച്ഛകരമായ വിനാശകരമായ പ്രവൃത്തികളും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യം? ഞാനോ നിങ്ങളോ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ